അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ എപ്പിസോഡ് 1 ഇന്നലെ നൈറ്റ് എയറായി. എനിക്ക് ഇന്നലെ നൈറ്റ് ഇരുന്ന് കാണാൻ പറ്റില്ല. കാര്യം 12 മണി ടു 1 മണി എന്ന് പറഞ്ഞാൽ ടൈമിങ് ഇച്ചിരി ടാസ്ക്കാണ്. അത്യാവശ്യം 1 അവറോളം ഉണ്ട് പരിപാടി. ഞാനത് മോർണിംഗ് എണീറ്റപ്പോഴാണ് കണ്ടത്. അപ്പോഴേക്കും ഒരുപാട് പേരെ റിവ്യൂ വീഡിയോസും അവരുടെ ഒരു ഒപ്പീനിയൻ സൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ 2-3 ഞാൻ കണ്ടു. ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമാകത്തില്ല, ചിലർക്ക് അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, മനസ്സിലാവും. ഇനി പരീക്ഷ കോമണേഴ്സിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തും. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം വെച്ചിട്ടായിരിക്കും ദ റിയൽ ബിഗ് ബോസ് ഷോ സീസൺ 8 തുടങ്ങണമെന്നുള്ളത്. എനിക്ക് കുറേ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു അഗ്നി പരീക്ഷ എന്ന് പറയുന്ന സാധനം തുടങ്ങുമ്പോൾ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഷോ ഫുള്ള് കണ്ടതിൻ്റെ ഒരു ഇതിൽ ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു പോകാം. ഷോ തുടങ്ങുന്നത്, ഷോയുടെ ആങ്കറായിട്ട് വന്നേക്കുന്നത് നമ്മുടെ റെനീഷയാണ്. അതായത് സീസൺ 5 റണ്ണറപ്പായിട്ടുള്ള റെനീഷ. ഉള്ള കാര്യം പറയാല, നല്ല അടിപൊളി ആങ്കറിങ്. എവിടേക്കോ ചില സമയത്ത് അവർ മൈക്കിൽ കൂടി ആ പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഇതിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചില സ്ഥലത്ത് അത് കിട്ടിക്കഴിയുമ്പോഴേക്കും അതിനെ വെച്ചിട്ട് ഇവർ സംസാരിക്കുന്ന രീതിയിലുള്ളൊരു ഫീൽ വരുന്നുണ്ടായിരുന്നു ചില സ്ഥലത്ത് മാത്രം. പക്ഷേ ഓവറോൾ അടിപൊളിയായിരുന്നു. ബിക്കോസ് ആങ്കറിങ് ഫീൽഡിൽ തന്നെ പുപ്പുലിയായിരുന്ന ഒരാളാണ് അവിടെ ജഡ്ജായിട്ട് നിൽക്കുന്നത്, നമ്മുടെ രഞ്ജിനി ഹരിദാസിൻ്റെ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ഇമേജും പുള്ളിക്കാരിയുടെ ഇപ്പോൾ ഉള്ളൊരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഷോയിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ വന്നാൽ പോലും അത്യാവശ്യം വ്യൂവർഷിപ്പും കാര്യങ്ങളും കയറും. കാര്യം അതുപോലത്തെ ഒരു ലെവലിലാണ് അവർ പെറ്റി നിൽക്കുന്നത്. അവർ ആ ഡൽഹിയിലെ ഇഷ്യൂലൊക്കെ ഇടപെട്ടതിന് ശേഷം അവരുടെ ഒരു റേഞ്ച് ഒന്ന് നല്ല രീതിയിൽ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. റനീഷ വന്ന് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിലേക്ക് ജഡ്ജസ് ആയിട്ട് നമ്മുടെ അഖിൽ മാരാർ, റിയാസ് സലീം, പിന്നെ രഞ്ജിനി ഹരിദാസ്, ഇവർ 3 പേര് എൻ്റർ ആവുന്നു. ഇതിൽ രഞ്ജിനി ഹരിദാസിൻ്റെ മാത്രമേ എനിക്കൊരു സ്വാഗ് ഫീൽ ചെയ്തുള്ളൂ. ബിഗ് ബോസ് സീസൺ 1 ഐ തിങ്ക് 1 രഞ്ജിനിയ 1 കണ്ടസ്റ്റൻ്റ് ആയിരുന്ന. അതിന് ശേഷമുള്ള ബാക്കിയുള്ള സീസണിലെ കണ്ടസ്റ്റൻസും വരുന്നുണ്ട്, അഖിൽ മാരാറും റിയാസ് സലീമൊക്കെ. സോ ആ ഒരു സ്വാഗ് ശരിക്കും ഫീൽ ചെയ്ത് രഞ്ജിനിയുടെ അടുത്ത് നിന്നാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പുള്ളിക്കാരിക്ക് നല്ല രീതിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ബാക്കി രണ്ടുപേരും മോശമാണെന്നല്ല, ബിഗ് ബോസ് എന്നൊരു സാധനത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ റിയാസ് ആയാലും അഖിൽ മാരാറായാലും എല്ലാം അവരുടെ ആ ഒരു ഇത് നമ്മൾ ഇതിൽ നിന്ന് കണ്ടാണല്ലോ അവർ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞത് മലയാളികൾ. സോ ഷോൻ്റെ അകത്തേക്ക് വരുമ്പോഴേക്കും അവരും വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് എന്നാലും ഞാൻ ഓവറോൾ ഇത് പറയുമ്പോൾ എനിക്ക് രഞ്ജിനിയാണ് കൂടുതൽ ഒന്ന് ആപ്റ്റായിട്ട് തോന്നിയത്. പിന്നെ ഞാൻ സീസൺ 8 ദ റിയൽ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. വൈ? ബിക്കോസ് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പലർക്കും സെലക്ഷൻ കിട്ടിയതും സെക്കൻഡ് ഗോൾ വന്നതും ഓൾമോസ്റ്റ് സെലക്റ്റായി ഇരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറേ പേരുണ്ട്. എൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, എനിക്കൊന്നും അറിയില്ല. അത് കിട്ടിയാൽ കൂട്ടിയില്ലെങ്കിൽ ചട്ടി അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതിൽ ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെ വരും. പലരും പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവില്ല, നിൽക്കില്ല എന്നൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ കൺഫേം അല്ല. എല്ലാ തീരുമാനങ്ങളും മാറാൻ അധികം സമയമൊന്നും വേണ്ട. ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് തന്നെ റെഗുലർ കോണ്ടാക്റ്റുള്ള ആൾക്കാരുമാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇങ്ങോട്ട് വന്നിട്ട് ലൈക്ക് സെലക്ഷൻ കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. അതായത് ഒരു കോണ്ടാക്റ്റ് ഇല്ലായിരുന്നിട്ട് പോലും നല്ല ഇൻഫ്ലുവൻസർ ലെവലിൽ നിൽക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്. ഒരു ഫീമെയിൽ ഒരു പുള്ളിക്കാരി അവൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ചേട്ടാ എനിക്കിങ്ങനെ ഇതായിട്ടുണ്ട്, ചേട്ടനല്ല. ഞാൻ പറയും എനിക്ക് അറിഞ്ഞൂടാ മോളെ, എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു തീരുമാനമില്ല, ഒന്നുമില്ല, നമ്മളൊന്നും വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. ഓക്കെ, ഇനി അതവിടെ എടുക്കട്ടെ. അപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഷോ കൂടിയാണത്. സോ അങ്ങനെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം കഴിയുന്നു. പിന്നെ കണ്ടസ്റ്റൻസിനെ വിളിക്കുന്ന അറൗണ്ട് 40 പേരോളം ഉണ്ട്. ഇവിടെയാണ് എനിക്ക് ചെറിയൊരു ഇത് തോന്നിയത്. അതായത് ഈ കോണ്ടസ്റ്റൻസിനെ വിളിച്ചപ്പോഴേക്കും പലതും എനിക്കുൾപ്പെടെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസ്, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ എവിടേക്കോ വന്നു പോയിട്ടുള്ളൊരു മുഖങ്ങൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഓരോരുത്തരെയും. സോ ഇത് കോമണേഴ്സ് 40 പേരെ വിളിച്ചെന്ന് പറയുമ്പോഴേക്കും ഞാനൊരു കാര്യം തുറന്ന് പറയട്ടെ, എനിക്കത് 100% കൺവിൻസിങ് അല്ല. കോമണേഴ്സിനെ സെലക്ട് ചെയ്ത രീതിയിൽ തന്നെ സെലക്ട് ചെയ്തതായിരിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്തൊരു റെഫറൻസോ അല്ലെന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റെക്കമെൻഡേഷനൊക്കെ വന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇതിലും അവർ കോമണേഴ്സിന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട കുറേ കോമണേഴ്സിനെ സെലക്ട് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ഓഫ് കോഴ്സ് ബിഗ് ബോസ് ഷോ അല്ലെങ്കിൽ അതിൻ്റെ ടീമിന് ആ ഒരു പരിപാടി സെല്ല് ചെയ്താലേ കാര്യം നടക്കുകയുള്ളൂ. അതിൻ്റെ ആ ഹോട്ട് സെല്ലിങ് പോയിൻറ്റ്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ കവറപ്പ് ചെയ്ത് പോവും. അതിൽ ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ തന്നെ അവർ എടുക്കത്തുള്ളൂ. ഈ വന്നേക്കണ ആരും മോശമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ സെലക്ഷൻ പ്രോസസ്സിൽ എനിക്ക് അഗെയിൻ ഒരു കൺവിൻസിങ് അല്ല. കുറച്ച് പേരെങ്കിലും കോമണേഴ്സ് ഉണ്ട്, പക്ക കോമണേഴ്സായിട്ട് തന്നെ സാധാരണക്കാരായി തന്നെ സെലക്ട് ചെയ്ത് അവർ ഫൈറ്റ് ചെയ്ത് അവരുടെ ടാലൻ്റ് ഉള്ളതിൻ്റെ പേരിൽ മാത്രം ഇതിൻ്റെ അകത്തേക്ക് വന്ന ഒരുപാട് പേരുണ്ട്. ബാക്കിയുള്ളവർക്കും ടാലൻ്റ് ഉണ്ട്, കഴിവുകളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അവർ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കത് കാണാനും പറ്റും. എല്ലാം ശരി തന്നെയാണ്. പക്ഷേ സെലക്ഷൻ പ്രോസസ്സിൽ എഗെയിൻ അതിൻ്റെ അത് വെള്ളം ചേർത്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞാൽ ഇനിയുള്ള ഷോസൊക്കെ കാണുമ്പോഴേക്കും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഇൻട്രൊഡക്ഷൻ ഇവരുടെ പ്രൊഫൈൽ ഓരോരുത്തർ പറയുന്ന സമയത്ത് എനിക്കത് വളരെ എവിഡൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇവരൊന്നും അത്ര
എന്താ പറയുക, തിരിച്ചറിയപ്പെടാത്ത അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരൊന്നുമല്ല, ഏതെങ്കിലുമൊക്കെ രീതിയിൽ കണക്റ്റഡ് ആയിട്ട് വന്ന പലരും ഉണ്ടെന്ന് എനിക്കൊരു ഫീൽ, എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് ആണ്. എനിവേ അതിനൊന്നും ഇവിടെ വാലിഡിറ്റി ഇല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടീം, അവർ നടത്തുന്നു, അവർ തീരുമാനിക്കുന്നു, എല്ലാത്തിലും അവർക്ക് അതിൻ്റെ അകത്തൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് പോകുന്നു. ഇത് കാണുന്ന ജനങ്ങളോട് ഇത്രേ പറയുന്നുള്ളൂ, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആയിട്ട് മാത്രം കാണാം, ഒരു മൈൻഡ് ഗെയിമൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ഷോ അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കുറേ കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണ്. സ്ക്രിപ്റ്റഡ് മീൻസ് ആ ഷോ എങ്ങനെ കൊണ്ടുപോകണം, ആ ഷോയിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നം, ഒരു പക്ഷേ വേണമെങ്കിൽ ആരെയൊക്കെ നിർത്താം, ആരെയൊക്കെ പെട്ടെന്ന് തട്ടിക്കളയാം എന്നുള്ള കാര്യങ്ങൾ പോലും അവരുടെ ഒരു പ്രീസെറ്റ് ചെയ്തേക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് ഇത് പോകുന്നത്. ഓക്കെ, ബേസിക്കലി അത് അങ്ങനെ പോവുള്ളൂ. അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ തലകുത്തി നിന്ന് ചെയ്താലും അങ്ങനെ പോവുള്ളൂ. നമ്മൾ വിചാരിക്കും ഇന്ന ആൾ ജയിക്കും, ഇന്ന ആൾ സെറ്റാന്ന്. അതൊന്നും ആയിരിക്കില്ല. ഇവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും കുറച്ച് കാര്യങ്ങളിൽ, കുറച്ച് മേ ബി കുറച്ച് ക്രൈറ്റീരിയാസ്, അല്ലെങ്കിൽ കുറച്ച് ഇന്ന പോലെ വന്നു കഴിഞ്ഞാൽ ഇന്ന ആളെ തട്ടാം, ഇന്ന ആളെ എടുക്കാം എന്നുള്ള രീതിയിലുണ്ടാവും. അതനുസരിച്ചേ പോകത്തുള്ളൂ സാധനം. അല്ലാതെ ഇത് ടോട്ടലി അൺസ്ക്രിപ്റ്റ് ചെയ്തിട്ടേക്കണ ഷോ, എന്താ പറയുക, ഗെയിമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പരിപാടിയല്ല. പക്ഷേ അഗ്നിപരീക്ഷ എന്നുള്ള സാധനത്തിൽ ഞാൻ അതിൽ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവരൊരു ടീം തിരിച്ചു, അതിൽ തന്നെ റിയാസ് സലീമും അഖിൽ മാരാറും അങ്ങോട്ടും ഇങ്ങോട്ടും 2 കൊട്ട് കൊടുത്തു, രഞ്ജിനെ സ്കോർ ചെയ്യുകയും ചെയ്തു നല്ല രീതിക്ക്. അതും നല്ല രീതിയിൽ വർക്കൗട്ടായ ഒരു ഫണ്ണി പാട്ടും കാര്യങ്ങളെല്ലാം ഞാൻ ശരിക്കും ലിറ്ററലി എൻജോയ് ചെയ്തിട്ട് അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ്റെ ആ ഒരു ചെറിയ ഫൈറ്റും ക്ലാഷൊക്കെ, അതൊക്കെ ഇനി അഗ്നിപരീക്ഷ കണ്ടിന്യൂ ചെയ്ത് പോണ സമയത്ത് അതിൻ്റെ അകത്ത് കുറച്ച് ഇതുപോലത്തെ ഫണ്ണി എലമെൻറ്റ്സ് ഇനി ഇവരുടെ തന്നെ വിത്തിൻ ഫൈറ്റ്, ടീമാക്കി 3 ടീമാക്കി. അതിൽ അഖിലിൻ്റെ ടീമിൽ ഫുൾ ആമ്പിള്ളേർ, ഒരൊറ്റ സ്ത്രീ മാത്രമേ ഉള്ളൂ. അത് അടിപൊളിയായിട്ടുണ്ട്. ബാക്കി എല്ലാം ആ ഒരു രീതിയിൽ അങ്ങോട്ട് പോയി. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് തന്നെ ഒരു ടാസ്ക് ഒരു ഗ്ലാസിൻ്റെയാണ്, അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് കേട്ടോ. അതിന് മുമ്പ് ഉണ്ടായിരുന്നു ഈ 40 പേരിൽ നിന്ന് 20 പേരെ സോർട്ട് ചെയ്തെടുത്തത് ഇതുപോലൊരു താക്കോലും പിന്നെ ഒരു കീൻ്റെയും ഒരു എന്താ പറയുക ഗെയിമായിരുന്നു. അതിലൊരു ക്ലൂ കൊടുത്തിട്ട് അത് വെച്ച് കണക്റ്റ് ആവുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഒരു ചേച്ചീനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി തുടക്കത്തിൽ തന്നെ അത്യാവശ്യം ശ്രദ്ധ നേടി. ഹൗസ് വൈഫാണെന്ന് പറഞ്ഞാണ് പുള്ളിക്കാരിയുടെ ഒരു പ്രൊഫൈൽ പറഞ്ഞാൽ ഹൗസ് വൈഫാണെന്നാണ്. ആളത്യാവശ്യം ശ്രദ്ധ നേടി. ജഡ്ജസ് ആയാലും എല്ലാവരും അത് നോട്ട് ചെയ്യുകയും ചെയ്തു. പുള്ളിക്കാരി എന്താ പറയുക, സഹായിക്കാൻ നിന്ന് ഒരാൾ സഹായിക്കാൻ നിന്ന് അയാൾക്ക് കീ കൊടുത്ത് അവസാനം അയാൾ പറ്റിച്ചിട്ടു എന്നുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് അവസാനം അവരും സെലക്ട് ചെയ്ത് 20 പേര്. ബാക്കി 20 പേര് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു അത് ഇനി വീണ്ടും എന്തെങ്കിലും ഒറ്റയടിക്ക് 20 പേര് അങ്ങ് തട്ടിക്കളയത്തില്ല. വേറെ എന്തെങ്കിലും ഒരു ടാസ്ക് കൂടി അവർക്ക് കൊടുക്കുക, അതിൽ നിന്ന് സോർട്ട് ചെയ്യും. ഈ ഒരു 10-40 പേരെടുത്ത് അതിൽ സോർട്ട് ചെയ്ത് വരുമ്പോഴേക്കും എങ്ങനെയായാലും ഒരു 4-5 പേരെങ്കിലും മിക്കവാറും സീസൺ 8 മെയിൻ ഷോയിലേക്ക് കയറാനും സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇത് ഈ ഇത്രയും ഷോകൾ ഇത്രയും സീസൺ കണ്ട് വന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് ആൾക്കാർ പലരിലും ഉണ്ട് കേട്ടോ. ഈ കോണ്ടസ്റ്റൻസ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയണത് കരച്ചിൽ സീനൊക്കെ വെച്ച് കീച്ചുന്നുണ്ട്. ഒരു പെങ്കുച്ചിനെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അവർ വിഷമം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ, അവർ ഈ ഓവർ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ അല്ലെങ്കിൽ ഓവർ സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല, ചുമ്മാ ഒക്കെ കരയുന്നുണ്ട്. പിന്നെ കണ്ടസ്റ്റൻസ് പലർക്കും എസ്പെഷ്യലി സ്ത്രീകൾക്ക്, പയ്യന്മാർക്കും ഉണ്ട്, പയ്യന്മാരുടെ കഥകൾ വേറെ. സ്ത്രീകളെല്ലാം പറയുന്ന കൂടുതലും ഡിവോഴ്സ്ഡ് കുട്ടികളുള്ളത്, ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചതിൻ്റെ കഥകൾ, ഇങ്ങനത്തെ കുറേ ട്രോമ, ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് പ്രശ്നങ്ങളൊക്കെ ആണ് എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ബിഗ് ബോസിലേക്ക് വരുമ്പോഴേക്കും ഒരു ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് പറയേണ്ടതായിട്ടുള്ള സാധനങ്ങളിൽ പലതും ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു സിമ്പതി അല്ലെങ്കിൽ ആ ഒരു സാധനം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളൊരു കഥ അറിയിച്ചിട്ട് അഗ്നിപരീക്ഷയിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മെയിൻ ഷോ തുടങ്ങുമ്പോൾ അത് പബ്ലിക് വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇതൊക്കെ വർക്കൗട്ട് ആവും, ഒരു ഇമോഷണൽ സൈഡൊക്കെ വർക്കൗട്ട് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാവും. പക്ഷേ ഇത് ടോട്ടലി ആ ഗെയിമിൻ്റെ അകത്ത് ജഡ്ജസ് തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഈ കഥ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. പ്രൊഫൈൽ ആൻഡ് പ്രൊഫഷൻ, ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഒറ്റപ്പെടൽ മറ്റേത് മറിച്ചത്, ഒരു പയ്യൻ വന്നിട്ട് ചെറുപ്പത്തിലെ അമ്മ വിഷം കലക്കി തന്നു, മരിക്കാൻ നോക്കി, അതിൽ നിന്ന് ഞാൻ ഇവിടം വരെ എത്തി എന്നുള്ളത്. പക്ഷേ ഇവരൊക്കെ നറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് അത് സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരമല്ല, സത്യസന്ധമായിട്ടുള്ള അവരുടെ തന്നെ ലൈഫ് സ്റ്റോറി കുറച്ചൊക്കെ ഒരു ഇമോഷണൽ സൈഡ് വരാൻ പാകത്തിന് സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്ത പോലെ തോന്നുന്നുണ്ട്. ബിക്കോസ് പലരും നറേറ്റ് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. അതൊന്നും കൂടി റിഫൈൻഡ് ആക്കാൻ വേണ്ടിയായിരിക്കും. അതായത് ടി വി ഷോയിൽ വന്നിരുന്നിട്ട് നമ്മുടെ നോർമൽ ഒരു ഇതിലങ്ങോട്ട് സംസാരിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രൊഫൈൽ പറയുന്ന സമയത്ത് ഓക്കെ ഇന്ന സ്ട്രക്ചേർഡായിട്ട് ഇന്ന പോലെ വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ടി വി ഷോയിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഓരോരുത്തരും അവരവരുടെ പ്രൊഫൈൽ പേര് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തും എനിക്ക് ചില സമയത്ത് ഒരു ഇച്ചിരി ഓവർ ഡ്രമാറ്റിക് ആയിട്ട് തോന്നി. അത് അവരെ കുറ്റം പറയുന്നതല്ല, നറേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നി. ചില ആൾക്കാരൊക്കെ വന്നിരുന്നിട്ട് മറ്റേ നമ്മൾ ഇൻ്റർവ്യൂവിൽ എന്താ പറയുക, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ പറയൂലേ, ഞാൻ വരുന്നത് ഇന്ന സ്ഥലത്തുനിന്ന്, എൻ്റെ സ്ഥലം ഇതാണ്, എൻ്റെ പേര് ഇത്, എൻ്റെ വീട്ടിൽ 2, ആ ഒരു രീതിയിലുള്ളൊരു സാധനമൊക്കെ വന്ന ചിലരുടെ വന്നപ്പോഴേക്കും എനിക്കത് എന്നുള്ളൊരു സാധനം ഫീൽ ചെയ്തായിരുന്നു.
ബട്ട് എനിവേ ഗെയിമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ടാസ്കിലേക്ക് വരുമ്പോൾ ഇതൊന്നുമല്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഐ മീൻ ആ ഒരു ഷോയുടെ സീരിയസ്നെസ് അവരെല്ലാവരുടെ ഉള്ളിലുണ്ട്. എല്ലാവർക്കും നല്ല ആഗ്രഹമുണ്ട് ഇതിൽ പിടിച്ച് നിൽക്കണം എന്നുള്ളത്. കുറേ പേര് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഫേസുകൾ, എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള, എവിടെയൊക്കെ നല്ല പരിചയമുള്ള ഫേസസ് ഒരുപാടുണ്ട്. അങ്ങനെ അവസാനം ടീമൊക്കെ തിരിച്ച് 2-3 ടാസ്കും കഴിഞ്ഞ് ഓരോ ടാസ്കിലാണ് വിന്നേഴ്സായിട്ട് വന്നതിൽ ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കുന്നുണ്ട്. അതിലൊരു സ്പെഷ്യൽ പവർ ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. സ്പെഷ്യൽ പവർ എന്താണെന്നുള്ളതും എന്തൊക്കെയായിരിക്കും ഇനി മാറ്റങ്ങൾ വന്നതെന്നുള്ളതെല്ലാം അത് ബിഗ് ബോസ് നോർമൽ ഷോയിൽ തന്നെ ഇതുപോലെ സ്പെഷ്യൽ പവറൊക്കെ ഇടയ്ക്ക് കൊടുക്കുമല്ലോ. അതുപോലെ ഇതിൽ ടീം വൈസ് തിരിച്ചേക്കണം. 3 ടീമിലും അതിൻ്റെ അത് ടാസ്കുകളിൽ നിന്ന് വിന്നർ ആവുന്നവർക്ക് ഇതുപോലെ ഈ ഇൻഫിനിറ്റിയുടെ ഈ ഒരു ലോക്കറ്റ് പോലത്തെ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. അതിന് സ്പെഷ്യൽ പവർ ഉണ്ട്. പവർ എന്താണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇനി മേ ബി ദർ ഈസ് ചാൻസ് ലൈക്ക് പഴയ സീസണിലുള്ള ആരെങ്കിലൊക്കെ ആയിട്ട് ഗസ്റ്റായിട്ട് വരാം, ജഡ്ജസായിട്ട് വരാം, അല്ലെങ്കിൽ ഈ ടീമിൽ തന്നെ വിത്തിൻ ഈ ജഡ്ജസിൻ്റെ 3 ജഡ്ജസിൻ്റെ 3 ടീമാണ്. അപ്പോൾ അവർ തന്നെ ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഫൈറ്റിൻ്റെ കാര്യങ്ങൾ ആ എലമെൻ്റൊക്കെ കൊണ്ടുവരും. ഇതൊരു 30 ദിവസത്തെ സംതിങ് എന്തോ ഒരു പരിപാടിയാണ് ഈ അഗ്നിപരീക്ഷ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം ആ ടീമിന് വെൽ പ്ലേഡ് എന്ന് പറയാം. അതായത് അത്യാവശ്യം അവർക്ക് നല്ല രീതിയിൽ ക്യാഷ് ഇൻ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. ഈ 30 ദിവസം 100 ദിവസം ഓൾറെഡി ഉള്ളതിൽ ഈ 30 ദിവസം കൊണ്ട് നല്ല രീതിയിലൊന്ന് ഓടിക്കും. അത്യാവശ്യം അഡ്വർടൈസ്മെൻറ്റ് വരും, വ്യൂവർഷിപ്പ് വരും. ബിക്കോസ് കോമണേഴ്സ് ആയിട്ടുള്ള ഇത്രയും പേരുള്ളതായതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു വ്യൂവർഷിപ്പ് എല്ലാം ഡിഫറെൻ്റാണ്. എന്ന് വെച്ചാൽ എല്ലാം പലർക്കും അറിയാത്ത ഫേസസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു നല്ല രീതിയിലൊരു ട്രാക്ഷൻ ഷോയിലേക്ക് പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഇവരും ഇനി സീസൺ 8ലേക്ക് ഇൻ ഹൗസിലേക്ക് ആരൊക്കെയാണ് വരാൻ പോകുന്നതെന്നുള്ള എക്സ്പെക്ടേഷൻ എനിക്ക് കുറച്ച് പേര് അറിയാതെ നന്നായിട്ട്. ഞാൻ പറയില്ല, അത് പറയാൻ പാടില്ല. ടെക്നിക്സിന് ഇറക്കാത്ത കാര്യങ്ങളാണ്. പലരും പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഐ നോ കുറച്ച് പേരെ എനിക്ക് അറിയാം നന്നായിട്ട്, വെരി പേഴ്സണലി. ഓക്കെ, അപ്പോൾ അത് തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് കുറച്ചധികം, അതായത് ഇത്രയും നാൾ ഇല്ലാതിരുന്നതിനേക്കാളും ഒരു എക്സ്ട്രാ ട്രാക്ഷൻ കൊണ്ടുവരാൻ ഈ ഒരു അഗ്നിപരീക്ഷനെ കൊണ്ട് പറ്റും. ഓക്കെ, ഇതൊരു പ്രീ മാർക്കറ്റിംഗ് പോലെ കാണാൻ വേണമെങ്കിൽ സീസൺ 8ൻ്റെ മേ ബി ഇതിൻ്റെ ഒരു ഫൈനൽ ഒരു ലാലേട്ടൻ്റെ ഒരു എൻട്രി ഉണ്ടാവാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നോക്കാം, ലെറ്റ്സ് സീ. എനിവേ സോ ഫാർ എപ്പിസോഡ് 1 ലിറ്റിൽ ബിറ്റ് ഒരു ഡ്രമാറ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ടാസ്കുകളൊക്കെ വെൽ സ്ട്രക്ചേർഡ്, അടിപൊളി ടാസ്കുകളാണ്. അതെല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു ഗെയിം പാർട്ടിലേക്ക് വരുമ്പോൾ ഓൾ ഗുഡ്. പക്ഷേ ബിഹൈൻഡ് ദ സീൻ ഒരു സ്ക്രിപ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഫ്ലോയിൽ ഉണ്ട് എന്നുള്ള സാധനം തോന്നുന്നുണ്ട്. അത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല രീതിയിൽ എവിഡൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു സാധനം പോകുന്നുണ്ട് എന്നുള്ളത്. എനിവേ ഇറ്റ്സ് ബിഗ് ബോസ്, അതങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റവും വരത്തില്ല. ബിക്കോസ് ദേ നോ ഹൗ ടു ഈ ഷോ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. നമ്മളിവിടെ ഇരുന്ന് റിവ്യൂ അറിയാം, നമ്മൾ ഒരു എപ്പിസോഡ് കണ്ടിട്ട് അതിൻ്റേതായിട്ടുള്ള പറയേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു പോകാമെന്നേ ഉള്ളൂ. സോ വെയിറ്റിംഗ് ഫോർ എപ്പിസോഡ് 2, അതിലെന്താവുന്നുള്ളത് നോക്കാം. ഇനി എല്ലാ ദിവസവും കുത്തിയിരുന്ന് കാണണം. ഇനി എല്ലാ ദിവസവും ഞങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ മെയിൻ അരിഭക്ഷണം ഇതാണ്. നല്ല കാര്യം. അതെല്ലാ കൊല്ലം ഇത് ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ട്രാക്ഷൻ എല്ലാവരുടെ അക്കൗണ്ടിലേക്കും പോകും. ഞാനധികം എന്താ പറയുക, ഇൻസ്റ്റയിലേക്ക് അധികം സാധനം ഇടുന്നില്ല. ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത്ര പ്രശ്നമുള്ളതെല്ലാം വരെയാണെങ്കിൽ മാത്രം ഇൻസ്റ്റയിലേക്ക് ഇടുള്ളൂ. യൂട്യൂബ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കണേ. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, പിന്നെ ലൈക്ക് ചെയ്തേക്കുക, ഹൈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്തേക്കാം. അത്രേ പറയാനുള്ളൂ. സോ